ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഓട്സ് ബനാന കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കീസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് നമ്മുടെ നോർമൽ പഴം ഉണ്ടല്ലോ, മൈസൂർ പഴം. അപ്പോൾ അതാണ് ആഡ് ചെയ്യുന്നത്. ഒരു 3 ഇതുപോലെ നല്ലോണം സ്മാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഷുഗർ പൊടിച്ചതാണ്, പഞ്ചസാരയും ഒരു സിനമണിൻ്റെ അതായത് നമ്മുടെ പട്ട ഉണ്ടല്ലോ, കറുവപ്പട്ടൻ്റെ ഒരു പീസും കൂടെ നല്ലോണം പൊടിച്ചെടുത്തത്. അപ്പോൾ ആ ഒരു കറുവപ്പട്ടൻ്റെ ഫ്ലേവറും കൂടെ വരാൻ വേണ്ടിയിട്ട് 1 കപ്പ് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്സ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് മിക്സാക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഇതിലേക്ക് കുറച്ച് ആൽമണ്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നോക്കുക. അപ്പോൾ എന്നിട്ടിത് എത്രത്തോളം തിക്നെസ് ഉണ്ട് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് പിന്നെ നമുക്ക് ഓട്സ് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ മൈദ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു ഓട്സ് ആണ് മെയിനായിട്ട് തന്നെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു കപ്പ് ഓട്സും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 1 കപ്പ് ഓട്സും കൂടെ ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഓട്സും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോക്ലേറ്റ് ആഡ് ചെയ്തത്. അതും ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. സ്പൂണ് കൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. അപ്പം നല്ല ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം ലൂസായി പോയാൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് പറ്റിങ്ങനെ പരന്നു പോകും. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിട്ടുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുക. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് പിന്നെ നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പറും കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ, ഇനി കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഓവൺ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 180 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റ് വെച്ചാൽ മതി. 2 കോയിലും ചൂടാക്കിയിട്ടുണ്ട്. അതായത് മുകളിലും താഴെയുള്ള കോയിൽ ഹീറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 50 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഒരു 180 ഡിഗ്രിയിൽ. ഓരോ ഓവണും ഓരോ ടൈപ്പായിരിക്കും. എന്നാലും ഏകദേശം ആ ഒരു രീതിയിൽ ബേക്ക് ചെയ്തിട്ടെടുത്താൽ മതി. ഇനി ഓവൺ ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ 2 ബാച്ച് കുക്കീസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം അത്യാവശ്യം ക്രിസ്പി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓട്സിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാവുന്നവർക്കും നമ്മൾ നോർമൽ ചോക്ലേറ്റ് കുക്കീസിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല. ഇതൊരു ഹെൽത്തി വേർഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാം കൂടെ മിക്സായിട്ട് വരുമ്പോൾ നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.